പ്രാർത്ഥിക്കുകയാണ് ഇപ്പോഴേ. നിന്റെ വാഗ്ദാനമാണ് ഇതെല്ലാം. ഐസയ 40:10 വാഗ്ദാനമാണ് കർത്താവേ. ഈ നിന്റെ വിജയകരം പാപത്തെ ജയിച്ച് ജീവനെ പുനരുദ്ധരിച്ച് സാത്താനെ തച്ചുടച്ചതിൻ്റെ വലതുകരം ഇപ്പോൾ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിന് മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിലെ ഒരു അത്ഭുത അനുഭവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. ഈ അനുഭവങ്ങൾ നിങ്ങൾ കാണുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് കൂടി ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് അറിയുവാൻ വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആലപ്പുഴ കലവൂരിൽ ഈശോയുടെ അമ്മ മാതാവ് വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ട വേളാങ്കണ്ണി മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് 2004 ഡിസംബർ മാസം 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്ത അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ അത്ഭുതങ്ങൾ നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാരാബ്ധങ്ങൾ, പ്രശ്നങ്ങൾ, ജപ്തികൾ, അസുഖങ്ങൾ, കടങ്ങൾ, ഒട്ടനവധി വിഷയങ്ങൾ, പരീക്ഷകൾ ഉൾപ്പെടെയുള്ള ഏത് തരത്തിലുള്ള വിഷമങ്ങളായിരുന്നാലും അവയ്ക്കെല്ലാം ഞൊടിയിടയിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ഏത് മതക്കാരായിക്കോട്ടെ ഒരു മതവും നോക്കാതെ അമ്മ മാതാവ് അനുഗ്രഹം കൊടുക്കുന്ന ഒരു വലിയ സ്ഥലം, പുണ്യഗേഹം. ഇതിൻ്റെ അനുഗ്രഹം അനുഭവിച്ചവർ ഒരു ഒട്ടനവധിയുണ്ട്. നിങ്ങളേവരും ഇത് മനസ്സിലാക്കി കൃപാസനത്തിലേക്ക് ചെന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അമ്മ മാതാവിനെ കൊണ്ട് സോൾവ് ചെയ്യിപ്പിക്കുവാൻ നിങ്ങളോട് ഒരു എളിയ വിശ്വാസിയായ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഉടമ്പടി എടുക്കുന്നത് അഥവാ ലോകോത്തരമായ ഈ അസുലഭമായ അപൂർവമായ പ്രാർത്ഥനാ രൂപം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഫലമായി അതിൻ്റെ സ്ഥിരീകരണത്തിനുള്ള അനുഭവങ്ങൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ജനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമായിട്ടാണ് ഈ അപൂർവമായ പ്രാർത്ഥന, അതായത് മരിയൻ ഉടമ്പടി പ്രാർത്ഥന നമുക്ക് ലഭിച്ചത്. എല്ലാം ഒരു വെളിപാട് പോലെയാണ്. ഇപ്പം എത്രയോ മനുഷ്യരാണ് ഈ ആഴ്ചയിൽ കൗൺസിലിങ്ങിൽ വന്നത്. എത്രയോ, അതായത് സഭയുടെ എല്ലാ മലപ്പുറത്തുനിന്ന് ഇസ്ലാം മത കൗൺസിലിംഗ് തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പോഴാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തോടെയാണ് വ്യാപകമായ എല്ലാ ജനപദങ്ങളും ഈ ആത്മീയ ശുശ്രൂഷാലയത്തെ സ്നേഹിക്കുകയും ഇതിലേക്ക് അടുത്തു വരികയും ചെയ്യണത്, ആശ്രയിക്കുന്നത് ശരിക്കും അതാ. കാരണം എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇടയ്ക്കത് സാക്ഷ്യം പോലെ പറയാറുണ്ട്. ഒരു 4 കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ അടുത്ത പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ ഉടമ്പടി പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളിൽ ഭയങ്കരമായ സഭ എന്നോട് ചോദിക്കുമായിരുന്നു വാട്ടിച്ചിട്ടാണ്. അപ്പം എന്നോട് ഞാൻ വിശദീകരണത്തിന് വേണ്ടി ബിഷപ്പ് ഹൗസിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അതിനു മുമ്പ് തന്നെ അമ്മ എന്താണ് ഉടമ്പടി എന്ന് വ്യക്തമാക്കിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കുടുംബ അന്തരാളത്തിൽ പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ നിങ്ങളേവരും സന്തോഷത്തോടെ ഇരിക്കുവാൻ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.